എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. ഇന്നത്തെ രാജ്യം, നമ്മുടെ രാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. കല്യാണം കഴിച്ച പെണ്ണ് നല്ല മനസ്സോടെ ഒരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ട കേസില്ല. ഭർത്താവ് അങ്ങാണോ എന്തെങ്കിലും ചെയ്ത ഓനകത്ത് കിടക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലേ? നരിച്ചുക്ക് നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ നീ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഒരുത്തനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടുണ്ടാക്കണം. കാക്ക, ഞാൻ മനസ്സറിഞ്ഞു കൊടുത്തതാ, ഓൻ പീഡിപ്പിച്ചതല്ല, കേസില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ത് നല്ല നിയമം! നരിച്ചുക്ക് എന്ത് നല്ല നിയമം! അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ രാജ്യം, ഓരോ നിയമങ്ങളും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണും പെണ്ണും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. ആണും പെണ്ണും ഇന്ന് കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അന്ന് റോഡിൽ കിടന്ന് വ്യഭിചരിക്കും. ഇന്ന് ബസ്സിനകത്ത് പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പുറകിലത്തെ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുക. അങ്ങോട്ട് പിന്നെ മലക്കുകൾ അങ്ങോട്ടൊന്നും നോക്കരുത്, പരസ്യമായി. എടാ, റോഡിലൂടെ പോകുന്ന ബൈക്കുകൾ കണ്ടിട്ടില്ലേ? ഒരു പെണ്ണും ആണും കൂടെ. എടാ, ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ബെഡ്റൂമിൽ പോയി ചെയ്താൽ പോലെ, എന്തിനാ ഈ റോഡിലൂടെ പരസ്യമായിട്ട് കാണിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ആ സ്വഹാബി പറഞ്ഞ ആയത്ത് ഏതെന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. തെറ്റും ശരി എല്ലാവർക്കും അറിയാം, തെറ്റും ശരിയും എല്ലാവർക്കും അറിയാം. എന്നിട്ടും പടച്ചവനെ, നീ നിനക്ക് തോന്നുന്നത് പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണെങ്കിൽ, സുഖിക്കാനുള്ളതാണെങ്കിൽ സുഖിച്ച് ജീവിക്ക്. പക്ഷെ അല്ലാഹ് പറഞ്ഞ ഈ ആയത്ത് നീ മാത്രം മറക്കരുത്. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങൾ ആരും മറക്കരുത്. ഏതായത്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ എന്ന് പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഖുർആൻ പറയാ, നീ എവിടെ വേണേലും പൊക്കോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ അവസാനം എന്റെ മുന്നിൽ തന്നെ വരും നീ. ഇത് അല്ലാഹ് ഒരു ഭീഷണിയാണ്. അല്ലാഹു ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാ. സിറാജ, നീ എങ്ങനെ വേണമെങ്കിലും നടന്നോടാ, എന്തു വേണമെങ്കിലും എന്നെ മറന്നുകൊണ്ട് നീ അടിച്ചു പൊളിച്ചു നടന്നോ, പക്ഷേ അവസാനം നീ എന്റെ മുന്നിൽ തന്നെ വരും. ഓന്തോടി എവിടെ വരെ ഓടും? പഴയ ആൾക്കാർ പറയില്ല, നീ ചെയ്യൽ എങ്ങനെയൊക്കെ പോയാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ആ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുമ്പോ, ആ ഖുർആൻ കേട്ടിട്ട് നീ ചിന്തിക്കാതെ നിനക്ക് തോന്നുന്നത് പോലെ നടക്കുമ്പോ, അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് കഠിനമായ ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, നിനക്കൊരു ഉപമ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവനോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ഒരു ഉദാഹരണം പറയുകയാ. ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമറുൻ മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് രൂപം പറയാം. നമ്മളൊക്കെ എന്താടാ അവൻ കഴുതയെ പോലെ നടക്കണേ അല്ലേ ചോദിക്കാറുണ്ടല്ലോ, ഇവൻ എന്താടാ കഴുതയെ പോലെ നടക്കണേ? ഇത് അല്ലാഹ് പറഞ്ഞ ഉപമയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ തോന്നിവാസികളെ പോലെ തനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കുന്ന മനുഷ്യനെ അള്ളാഹ് ഉപമിച്ചത് കഴുതേനാ, കഴുതയെ പോലെയാണെന്ന്. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുതയോടാണ് അള്ളാഹു അവിടെ നിന്ന് ആ മനുഷ്യരെ ഉപമിച്ചത്. കഴുതയെ പോലെ ഒന്നുമില്ല, ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു കഴുതയോടാണ് അവനെ ഉപമിച്ചത്. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഫൈനറദൂ ഫഖുൽ അൻദർതുകും സായികതം മിസ്ല സായികതിൻ ആദിൻ വസമൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ അഞ്ചാമതായി പറയുകയാണ്, മുൻ സമുദായങ്ങൾക്ക് വന്ന് സംഭവിച്ചതുപോലെയുള്ള സമാനമായ ശിക്ഷകൾ പടച്ചവരെ ഈ സമൂഹത്തിന്റെ മുകളിലേക്ക് ഇറങ്ങുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, കൊറോണ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിപ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പടച്ചവനെ, എവിടെ നിന്നാണ് ഇതൊക്കെ കടന്നു
കടന്നു വന്നത്. നമ്മൾ അല്ലാഹനെ മറന്നപ്പോ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവഗണിച്ചപ്പോ, പടച്ചവനെ മുൻ സമുദായങ്ങൾക്ക് കടന്നതുപോലെ വെള്ളപ്പൊക്കം വന്നല്ലോ, ഉരുൾപൊട്ടം വന്നല്ലോ, ഭൂമി കുലുക്കം വന്നല്ലോ, കൊടുങ്കാറ്റ് വന്നല്ലോ. പടച്ചവനെ ഒന്നിനു പിറകെ ഒന്നൊന്നായി വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് സമാധാനത്തോടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് പേടിയാണ്. മാസ്ക് ധരിച്ചുകൊണ്ട് പേടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് രോഗത്തെ പേടിയാണ്. പഠിച്ചവനെ പേടിയില്ലാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ പേടിയില്ലാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ഭയമില്ലാതെ വന്നപ്പോ, പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ നമ്മളെ പേടിപ്പിച്ചില്ലേ? അല്ലാഹു നമ്മളെ പാഠം പഠിപ്പിച്ചില്ലേ? ഇന്ന് പഠിച്ചവര് ഈ മുസ്ലിം സമുദായം അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു നമ്മളെ പേടിപ്പിക്കുകയല്ലേ? ഏക സിവിൽ കോഡ് വരുന്നല്ലോ, പൗരത്വ ബില്ല് വരുന്നല്ലോ, പഠിച്ചവനെ എന്തെല്ലാം വിഷയങ്ങളാണ് കടന്നു വരുന്നത്. ഹലാല് വന്നല്ലോ, ജിഹാദ് വന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അവസാനം ഹിജാബ് വരെ എത്തി നിൽക്കുകയാണ്. ഫർദ് ധരിച്ചു പോകുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് പഠിച്ചവനെ ഓടയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നല്ലോ. എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ ആയത്തുകളെ മറന്നപ്പോ, പരിശുദ്ധമായ ഖുർആനിനെ മറന്നുകൊണ്ട് പണത്തിന്റെ കൊടുപ്പ് കാണിച്ചപ്പോ, ആർഭാട വിവാഹങ്ങളെ നടത്തിയിട്ട് പള്ളിയിലെ ഉസ്താദന്മാരെ പരിഹസിച്ചപ്പോ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പുറത്തിയപ്പോ, എടാ നിനക്ക് തോന്നുന്നത് പോലെ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ പടച്ചവനെ നീ അഹങ്കരിച്ച് നീ തോന്നിവാസിയെ പോലെ ദുനിയാവിൽ ജീവിച്ചപ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് പടച്ചവനെ സർവ്വതം തകർത്തില്ലേ? അല്ലാഹു നമ്മളെ വല്ലാതെ പേടിപ്പിക്കുകയാ. എന്തേ അതിന്റെ കാരണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കാത്തത് കൊണ്ടാ, അതിനെ പരിഗണിക്കാത്തത് കൊണ്ടാ, അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുൻ സമുദായങ്ങൾക്ക് കൊടുത്തതുപോലെയുള്ള ശിക്ഷകൾ അല്ലാഹു നിനക്ക് ഇറക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇനിയെങ്കിലും ചിന്തിക്കൂ സഹോദരാ, ഇനിയെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിങ്ങൾ സമാധാനത്തോടെ ഇന്ന് കേൾക്കണേ. പഠിച്ചവരെ, ഈ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് കേൾക്കൂ. ആറാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ ഫഖദ് കുന്ത ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ, നിന്റെ ഞെരുക്കമായല്ലോ, സാമ്പത്തികമായി നീ തകർന്നല്ലോ, കച്ചവടം മുഴുവനും തകർന്നല്ലോ, അതുപോലെ അടിച്ചു പൊളിക്കാൻ കഴിയുന്നില്ലല്ലോ, ആസ്വദിച്ചുകൊണ്ട് മന്തിയും ബിരിയാണിയും കടിച്ച് നടന്ന നീയൊക്കെ പടച്ചവനെ ഇപ്പൊ പഴയതുപോലെ ചോറും ചമ്മന്തിയും കഞ്ഞിയുമായല്ലോ. എന്തുകൊണ്ടാണ് പടച്ചറബ് നിന്നെ ഇങ്ങനെ ആക്കിയത്? പണം വാരി എറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടന്ന മനുഷ്യ, അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തന്നത് എന്തുകൊണ്ടാണ്? പടച്ചവൻ നിന്നെ ഞെരുക്കിയല്ലോ, വരുന്ന വഴികൾ മുഴുവനും അല്ലാഹു തടഞ്ഞു വെച്ചല്ലോ. അല്ലാഹു നിനക്ക് ഇടുക്കമുള്ള ജീവിതം തന്നല്ലോ, അല്ലാഹു നിനക്ക് ഇടുക്കമുള്ള ജീവിതം തന്നല്ലോ. പഴയതുപോലെ സുഖിക്കാൻ പറ്റുന്നില്ലല്ലോ, പഴയതുപോലെ അടിച്ചു പൊളിക്കാൻ കഴിയുന്നില്ലല്ലോ, ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിനെ നീ കളിയാക്കിയതിന് റബ്ബ് നിനക്ക് തന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പാവങ്ങൾക്ക് കൊടുക്ക്, യതീമീങ്ങൾക്ക് കൊടുക്ക്, പള്ളികൾക്ക് കൊടുക്ക്, പഠിച്ചവര് മദ്രസകൾക്ക് വേണ്ടി കൊടുക്കാ, സദഖ കൊടുക്കാ. ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ചരിത്രങ്ങൾ പറഞ്ഞിട്ട് പറയുമ്പോ നീ അവരെ കളിയാക്കിയവനല്ലോ, പരിഹസിച്ചവനല്ലോ, നാണം കെടുത്തിയവനല്ലോ, നിസാരമായി തള്ളിയവനല്ലോ. ഇവനൊക്കെ
ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു പുച്ഛിച്ചവനല്ലേ. അല്ലാഹു നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ? പട്ടിണി എന്താണെന്ന് പഠിപ്പിച്ചില്ലേ? സാമ്പത്തിക ഞെരുക്കം എന്താണെന്ന് പഠിപ്പിച്ചില്ലേ? ദാരിദ്ര്യം എന്താണെന്ന് പഠിപ്പിച്ചില്ലേ? കഷ്ടപ്പാടിന്റെ വില എന്താണെന്ന് നിനക്ക് പടച്ച റബ്ബ് പഠിപ്പിച്ചു തന്നില്ലേ? ഇനിയും ഞാൻ നിങ്ങളോട് പറയുകയാ, ഇനിയും നിങ്ങൾ നന്നായില്ലെങ്കിലും, ഇനിയും നിങ്ങൾ നേരെയായില്ലെങ്കിലും, ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു പണം തരാ മാത്രമല്ല അറിയുന്നത്, വീട് തരാ മാത്രമല്ല അറിയുന്നത്, സമ്പത്ത് തരാ മാത്രമല്ല അറിയുന്നത്, അല്ലാഹുവിനെല്ലാം തരാനും അറിയാം. അല്ലാഹുവിനെല്ലാം തരാനും അറിയാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കാനും അല്ലാഹുവിനറിയാം. നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാനും അല്ലാഹുവിനറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, അല്ലാഹുക്ക് രണ്ടും അറിയാം, തരാനും അറിയാം, അതുപോലെ തിരിച്ചെടുക്കാനും അറിയാം. അല്ലാഹുക്ക് തരാനും അറിയാം. നിനക്ക് ഖുർആൻ ആയത്ത് ഓതിയിട്ട് കൊടുക്ക്, പള്ളിക്ക് കൊടുക്ക്, ഇടിഞ്ഞു വീഴാറായി മദ്രസയ്ക്ക് കൊടുക്ക്, യതീമായ പെൺകുട്ടികളുണ്ട്, വാപ്പയില്ല, ആരുമില്ല, കെട്ടിക്കാൻ ഒരു പവൻ കൊടുക്ക്. എനിക്ക് മതില് കെട്ടണം, ലക്ഷത്തിന്റെ കാറെടുക്കണം, ആഡംബര ജീവിതം നയിക്കണം, പാവപ്പെട്ടവൻ ഒരു 5 നയാ പൈസ കൊടുക്കാനില്ല, ഉസ്താദിന്റെ പണി നോക്കതൊക്കെ വേറെ എന്ന് പറഞ്ഞു പുച്ഛിച്ച് തള്ളുന്നവനെ നിന്റെ പെണ്ണും പിള്ളയും കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ തോർത്തു പിരിച്ചിട്ട്, എനിക്ക് എന്റെ കെട്ടിയവന് ക്യാൻസറാ, സർവ്വതും വിറ്റു മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, എന്തെങ്കിലും തരണേ എന്ന് യാചിപ്പിക്കാനും അല്ലാഹുവിന് കഴിയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.